കോട്ടയം സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിക്കാരൊക്കെ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി ഞാനിവിടെ വന്ന സമയം മുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റബ്ബർ മേഖലയിലാണ്, രണ്ട് ഇവിടുത്തെ ടൂറിസം മേഖല, മൂന്ന് ഇവിടുത്തെ നെൽകർഷകൻ. ഇതിനുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ നടുവിലാണ് കോട്ടയം ജില്ല, നമ്മുടെ നിയോജകമണ്ഡലം എന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ കോട്ടയത്ത് നിന്ന് പോയിട്ടുള്ള എംപിമാരാരും ഈ റബ്ബർ വിലയെക്കുറിച്ച് പ്രശ്നമുണ്ടായപ്പോൾ അതിന് പ്രതികരിക്കാൻ, നമുക്കറിയാം, റബ്ബറിന്റെ ഷീറ്റ് കൊണ്ട് മുൻകൊടുക്കുന്ന തുണിയുണ്ടാക്കി അല്ലെങ്കിൽ അത് നാണം മറച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങളൊക്കെ പല സമയം നടന്ന് നമ്മൾ കണ്ടതാണ്. അതിന് ശാശ്വത പരിഹാരം കാണുവാൻ ഇവരാരും ഇന്നുവരെ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്ത് കാര്യം നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ്. ഒരു കാരണവശാലും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരാളുടെയും വോട്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വാഗ്ദാനങ്ങൾ നൽകി ഒരിക്കലും ശ്രീ നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും ഇന്നുവരെ ഒരു കാര്യം ചെയ്തിട്ടില്ല. നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രഖ്യാപനങ്ങളിൽ നൽകാറുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് അന്ന് ഇലക്ഷന്റെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് റബ്ബറിന്റെ വില ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഏതാണെങ്കിൽ 250 രൂപയിലേക്ക് ഉയർത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കോട്ടയംകാർക്ക് ആവശ്യമില്ല. അത് വ്യക്തമായിട്ടുള്ള ഉറപ്പ് എനിക്ക് നേരത്തെ നിന്ന് കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അന്ന് പറഞ്ഞ ശേഷം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കൂടിയ വിലയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ടൂറിസം മേഖലയിൽ ഏതാണ്ട് ഒരു 10-20 വർഷക്കാലം മുമ്പ് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ പ്രസിഡന്റൊക്കെ വന്ന് നമ്മുടെ കുമരകത്ത് വന്ന് താമസിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിൽ ഇന്ത്യയിലുള്ള പത്രങ്ങൾ മുഴുവൻ എഴുതിയ ശേഷം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഒഴുക്ക് മാത്രമാണ് കുമരകത്തുണ്ടായത്. കുറെ സ്ഥാപനങ്ങൾ വന്നു, പക്ഷെ അതിനുവേണ്ടി ഗവൺമെന്റ് രംഗത്ത് ഒരു തരത്തിലുള്ള പ്രമോഷനുകളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ടൂറിസം രംഗത്ത് ഒരുപാട് സാധ്യതകളാണ് കോട്ടയം നിയോജകമണ്ഡലം എന്ന് പറയും, കോട്ടയം നമ്മുടെ പ്രദേശം മുഴുവൻ. അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു നല്ല സഹായം കിട്ടിയാൽ വലിയ ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കുവാൻ ആലപ്പുഴയും ഈ പറയുന്ന നമ്മുടെ കുമരകമൊക്കെയായിട്ടുള്ള ആ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയും. അതും തീർച്ചയായും നമുക്ക് വരും ദിവസങ്ങളിൽ നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഈ പറയുന്ന കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് നമുക്കറിയാം, ഇന്ത്യയിൽ കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇവിടെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നു, ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുന്നു എന്നുള്ള വലിയ പ്രചരണത്തിനിടയിലാണ് അന്നത്തെ ഇലക്ഷൻ നടക്കുകയുണ്ടായത്. ആ സാഹചര്യമെല്ലാം മാറിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിലുള്ള ഏത് കൊച്ചുകുട്ടിയെ വിളിച്ചു ചോദിച്ചാലും ശ്രീ നരേന്ദ്രമോദി സർക്കാർ 400-ൽ പരം സീറ്റുകളോടെ തിരിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നുവെന്ന് എല്ലാവരും ഉറക്കെ പറയുന്ന ഈ സമയം കോൺഗ്രസുകാർക്ക് പോലും 40 സീറ്റ് കിട്ടുമോ അതോ 38 പോകുമോ എന്ന ഭയത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞ ഡെവലപ്മെന്റിനേക്കാൾ വലിയ ഡെവലപ്മെന്റുകൾ ഈ വരാൻ വേണ്ടി പോകുന്ന നാളുകളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് എംപിമാർ ഈ 404 വരുന്ന എംപിമാരിൽ പല എംപിമാർ കേരളത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാവശ്യമില്ല. നമുക്ക് വരാൻ വേണ്ടി പോകുന്ന മാസം ഏപ്രിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് വരെ നമ്മുടെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചാൽ കോട്ടയത്ത് നിഷ്പ്രയാസം നമുക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിനുവേണ്ടി നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു മാസക്കാലം ഒന്നായി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.